ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ എന്ന വാർത്ത നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഒരു കാര്യമാണ്. ആദ്യമായിട്ടായിരിക്കാം മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ ഉറച്ച മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ ഒരു ഉറച്ച കോട്ടയായ മണ്ഡലത്തിൽ വെറും വാക്കായെങ്കിലും അങ്ങനെ പറയാൻ ഇതുവരെ ആരും തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടുകളിലെല്ലാം UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റാഷിദ് പിണറായി വിജയനെ പിന്നിലാക്കി മുന്നിലെത്തിയത് വളരെ അത്ഭുതത്തോടെയാണ് എല്ലാവരും കണ്ടത്. ആദ്യ റൗണ്ടിൽ VP അബ്ദുൾ റാഷിദ് 5741 വോട്ടുകൾ നേടിയപ്പോൾ പിണറായി വിജയന് കിട്ടിയത് 5008 വോട്ടാണ്. രണ്ടാം റൗണ്ടിൽ അബ്ദുൾ റാഷിദ് മുഖ്യമന്ത്രിയേക്കാൾ 2000-ലേറെ വോട്ടിന്റെ ലീഡ് നിലനിർത്തി. 6 റൗണ്ടുകൾ വരെ എണ്ണുമ്പോൾ മുഖ്യമന്ത്രിയെ പിന്നിൽ തന്നെ നിലനിർത്തി അബ്ദുൾ റാഷിദ് CPM-നെ വിറപ്പിക്കുകയും ചെയ്തു. പിണറായി വിജയനെതിരെ മാത്രമല്ല, ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയും വിറപ്പിച്ച ആളാണ് അബ്ദുൾ റാഷിദ്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ LDF നേടിയത് വലിയ ഭൂരിപക്ഷമാണ്. എന്നാൽ CPM-ന്റെ ആ ഉരുക്കുകോട്ടയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ 2021-ൽ ശക്തമായ ഇടത് കൊടുങ്കാറ്റിലും അബ്ദുൾ റാഷിദ് ഉലയാതെ പിടിച്ചു നിന്നു. LDF-ന്റെ ഭൂരിപക്ഷം 22,000 വോട്ടുകളിലേക്ക് കുറയ്ക്കാൻ അബ്ദുൾ റാഷിദിന് കഴിഞ്ഞു. ജവഹർ ബാലജന വേദിയിലൂടെയും KSUയിലൂടെയുമാണ് അബ്ദുൾ റാഷിദ് കോൺഗ്രസിന്റെ സംഘടനാ നിരയിലേക്ക് കടന്നു വരുന്നത്. CPM കോട്ടയായ ധർമ്മടം മണ്ഡലത്തിലെ പലയോട് ക്യാമ്പസിലായിരുന്നു നിയമപഠനം. ജീവന് ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് 1 വർഷം വിദ്യാഭ്യാസം പോലീസ് സുരക്ഷയിലാണ് നടന്നത്. 6 വർഷമായി ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പെരളശ്ശേരി പഞ്ചായത്തിലെ പൊതുവാച്ചേരിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ താമസം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പദയാത്രയിൽ സ്ഥിരാംഗമായിരുന്ന അബ്ദുൾ റാഷിദിനെ ഇക്കുറി തളിപ്പറമ്പാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ CPM വിമതൻ TK ഗോവിന്ദന് തളിപ്പറമ്പിൽ പാർട്ടി സീറ്റ് കൊടുത്തതോടെ അബ്ദുൾ റാഷിദ് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അന്തിമ ഫലം എന്തുതന്നെയായാലും ഇത് UDF-ന്റെ വിജയം തന്നെ എന്നാണ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ അബ്ദുൾ റഷീദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KPCC അംഗം കൂടിയാണ് മുഖ്യമന്ത്രിയെ വിറപ്പിച്ച കോൺഗ്രസിന്റെ ഈ തുറുപ്പുചീട്ട്. പ്രചാരണ വേളയിൽ വോട്ടർമാരോട് താൻ 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത്. കടക്ക് പുറത്ത് എന്ന് ഒരിക്കലും പറയില്ല, എന്തെങ്കിലും തന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുക എന്നും പറയില്ല. ഇതായിരുന്നു 2 കാര്യങ്ങൾ. പകരം ചോദിക്കാനുള്ളവരുടെ വീട്ടിൽ പോയി അത് കേൾക്കും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് താൻ വാഗ്ദാനം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന നേതാവ് K സുധാകരൻ മുതൽ കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിൽ വരെയുള്ള നേതാക്കളിൽ ആരെങ്കിലും പിണറായിക്കെതിരെ മത്സരിക്കാൻ ധർമ്മടത്ത് എത്തുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ യുവനേതാവായ അബ്ദുൾ റഷീദിനാണ് നറുക്കു വീണത്. ആ തീരുമാനം തെറ്റിയില്ലെന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴത്തെ ഫലം. ചെമ്പിലോട്, കടമ്പൂർ, പെരളശ്ശേരി, തലശ്ശേരി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ധർമ്മടം, പിണറായി, മുഴുപ്പിലങ്ങാട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലം. 2011-ൽ രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ ഇതുവരെ CPM ഒഴികെ മറ്റൊരു പാർട്ടിക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അട്ടിമറി വിജയത്തിലൂടെ അബ്ദുൾ റാഷിദ് അത് തിരുത്തി കുറിക്കുമോ എന്ന് പലരും സംശയിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ ജയിച്ച് കയറിയെങ്കിലും 6 റൗണ്ടുകൾ വരെ അദ്ദേഹത്തെ പിടിച്ചുകെട്ടാനും പരാജയ ഭീതിയിലേക്ക് തള്ളിവിടാനും അബ്ദുൾ റാഷിദിന് കഴിഞ്ഞിരുന്നു. 2021-ൽ 50,123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പിണറായി ജയിച്ച മണ്ഡലമാണ് ധർമ്മടം.